പ്രതിനിധിയായ ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് 1 മാസമാകുന്നു. നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഒറ്റനില വീടായിരിക്കും. പഴയകാല വീടുകളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റനില. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു ഡാനി ഭയങ്കര വെളുപ്പീരാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ വോയിസ് സംബന്ധമായിട്ടുള്ള കാര്യം എന്താണ് ഡാനി എന്നൊക്കെ എന്നോട് ചോദിച്ചു. ആ ഗർഭിണിയുടെ അവസ്ഥ, അവർ അനുഭവിച്ച പീഡനം, ഡാനി ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ട് മാത്രം ഈ ഒരു കാര്യത്തിൽ? ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് ഫേക്ക് ആവാം, ആവാതിരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്നത് ആരാണ് ഗർഭിണി. എല്ലാവരും പറയുന്നു ഒരു വോയിസ് കേട്ടും ഈ ചാനലുകാരെല്ലാവരും പുറത്തു വിടുന്നുണ്ട്. ഈ വോയിസ് മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. ആരും കൊണ്ട് ഈ രാഹുലിന്റെ എതിരെ കേസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടു കൊടുക്കുന്നില്ല അല്ലേ? ആദ്യം ചെയ്യേണ്ടത് അതല്ലേ? സമൂഹത്തിന് സ്ത്രീകൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ അതല്ലേ ചെയ്യേണ്ടത്? കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്? MLA മറ്റേതോ മറിച്ചതോ കോപ്പോ അത് കൂട്ടേണ്ട ആവശ്യമില്ല. സ്വന്തം പാർട്ടിക്കാർ പോലെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പറ്റിയ അവസരമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? കൊണ്ടുപോയി കേസും കാര്യങ്ങളുമായിട്ട് കൊടുക്കുക, മുന്നിൽ വരിക, അല്ലെങ്കിൽ മറിച്ചെങ്കിലും വന്നിട്ട് കൊണ്ട് അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം 4 ആഴ്ച മുമ്പ് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 4 ആഴ്ച മുമ്പുള്ള സംസാരത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു ചാനലിലെ അവിടെ ജോലി ചെയ്ത ഒരു റിപ്പോർട്ടർ ആണ് ഈ രാഹുൽ പ്രഗ്നന്റ് ആക്കി എന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. ആരാണ് വ്യക്തി? അങ്ങനെ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു 4 ആഴ്ച മുമ്പ് നമ്മുടെ ലൈഫ് ഓഫ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. അവസാനം എനിക്ക് തോന്നിയ ഒരാളെ എൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആളാണ് തുടക്കം തന്നെ ഈ ഒരു പ്രശ്നത്തിന് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് മാറ്റി വെക്കാം. പ്രശ്നത്തിന് അവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 4 ചോദ്യങ്ങൾ ഇനി നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, പുള്ളിയുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അത് ചർച്ചയുടെ കാര്യമാണ്. ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ പോകുന്നത് റിനി, ഹണി, പിന്നെ അവന്തിക, 4ാമത്തെ ഗർഭം. അപ്പോൾ 1ാമത്തെ റിനിയാണല്ലോ വന്നത്, ഈ പറയുന്ന ഓക്കെ അങ്ങനെയൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ അതാണ് മെയിനായിട്ട് പ്രശ്നം വന്നത്. നമുക്ക് റിനിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അതുകൊണ്ട് മാറ്റി വെച്ചേക്കാം. ഹണിയെ നമുക്ക് വേണ്ട, അവന്തിയെ നമുക്ക് വേണ്ട, തഴമ്പില്ലാത്ത എന്തൊക്കെയോ വന്ന് പൊലമ്പിട്ട് പോയി. പിന്നെ നമുക്ക് ഗർഭം വോയിസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക്, ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഗർഭത്തിലോട്ട് വരാം. ഗർഭത്തിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സംസാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിനി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അവരൊരു സിനിമ നടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏതൊരു 2-3 പടത്തിലൊക്കെ അവർ മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ മാധ്യമ പ്രവർത്തക, ഏത് മാധ്യമം, ഏത് ചാനൽ, അവർ നേരത്തെ എവിടെ വർക്ക് ചെയ്തത്, അതല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? അന്ന് പ്രേക്ഷകരോട് ഞാൻ പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക പ്ലീസ്. അപ്പം മാധ്യമ പ്രവർത്തകയായിരുന്നു, ഏത് ചാനലിൽ? ഓക്കെ, അടുത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ 4 ആഴ്ച മുമ്പേ ഉള്ള ഒരു ചർച്ചാ വിഷയത്തിലും ഒരു ചാനലിലെ ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടം പ്രഗ്നൻ്റ് ആക്കി എന്നാണ് പറയുന്നത്. അത് ഏത് ചാനലിലെ സ്ത്രീ? അപ്പം നമുക്ക് 2 കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. റിനി ഏത് ചാനലിൽ വർക്ക് ചെയ്തു? ഇത് ചിലപ്പം രാഹുലിന് ചിലപ്പോൾ എല്ലാവരും വരിക്കും ഡാനി രാഹുലിനെതിരെ പോകണോ? അല്ല, നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റിനി ഏത് ചാനലിൽ വർക്ക് ചെയ്തു? ഓക്കെ, പിന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയ പെൺകുട്ടി ഏത് ചാനലിലാണ് എന്നുള്ള ഒരു ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും 4 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് 4 ആഴ്ചയിലോട്ടൊന്ന് പോവാം. അതായത് ഞാൻ ആ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നത് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ചാനലിലായിരുന്നു. അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവന്മാരൊന്നും ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല. പക്ഷെ ആ ചാനലുകാർ തന്നെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം റിനിയുടെ കേസായിട്ട് ആരും പെടരുത്, റിനിയെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരും രാഹുലിൻ്റെ പേര് കേസോ അതോ ഇതോ ഒന്നുമായിട്ടും പോയിട്ടില്ല. പിന്നെ കുറ്റക്കാരനാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മുന്നിട്ട് തരുകയാണ്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ആഴ്ച മുന്നിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ആ ന്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് വരാം.
മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ ഉന്നതർ ഇടപെട്ട് മൂടിവെച്ചുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട്. യുവ നേതാവും അയാളുടെ ഗോഡ് ഫാദറായ പ്രമുഖ നേതാവും ചാനൽ തലപ്പത്തുള്ളവരുടെ കാലിൽ വീണുവത്രേ. തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവത്രേ. സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവ നേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ്. പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല, താമസിയാതെ പുറത്തുവരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത്. 4 ആഴ്ച മുമ്പ് വന്നൊരു ന്യൂസാണ്. നമ്മുടെ മറുനാടൻ പുറത്തുവിട്ടൊരു ന്യൂസാണ്. 4 ആഴ്ച മുമ്പ് ഈ മറുനാടൻ നല്ല രീതിയിൽ രാഹുലിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം രാഹുലിന് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ആ വലിയ ചാനൽ? നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് പോകാം. ഓക്കെ, ആ സമയത്ത് സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് രാഹുലും ഈ പറയുന്ന ഷാഫിയും പിന്നെ ഈ പറയുന്ന ഈ സ്ഥാപനത്തിൽ മീൻസ് ഈ ചാനലിൽ വർക്ക് ചെയ്ത 2 റിപ്പോർട്ടറും കൂടി ഇരുന്ന് സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ഇന്റർവ്യൂ. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ അനന്തുചേട്ടൻ്റെ വീഡിയോ കേട്ടോ കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നത്. ഓണസദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടത്. അതിനകത്ത് ഹെഡിങ് കൊടുത്തേക്കുന്നു, നല്ല പപ്പടവും പായസവും കഴിച്ചുള്ള ഒരു ഊണ് ആഹാ എന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പുറത്തുവിട്ടേക്കുന്നത്. വീഡിയോ ഞാനൊന്ന് വെക്കാം. എനിക്കൊരു പപ്പടം തരും കേട്ടോ, പായസം പ്ലസ് പപ്പടം. നമ്മുടെ നാട്ടിൽ ചുമ്മാ എന്റെ ട്രയലാണ്, ഞാനിങ്ങനെ പരീക്ഷിക്കാം. നമ്മുടെ അവിടെ ഈ പായസമല്ല, പിന്നെ പാലടപ്രഥമൻ, അതിലെല്ലാം എപ്പോഴും സദ്യ കഴിഞ്ഞിട്ട് പായസം ഗ്ലാസ്സിലല്ല എനിക്ക് പറഞ്ഞു തരാം. ഗ്ലാസ്സിൽ വേണ്ടവർക്ക് തരാം. പക്ഷേ ഇലയിൽ ഒഴിക്കും, അതിൽ പപ്പടവും പഴവും ഉണ്ടാവും. അതും കൂടെ മിക്സ് ചെയ്ത് ഇലയിൽ നിന്ന് തന്നെ ആ പായസം. അപ്പൊ ഇല മടക്കാമല്ലേ ഈ സൈഡ്? കൺഫ്യൂഷനായില്ലേ? ഇങ്ങനെ മടക്കിയാലെന്താ കുഴപ്പം? കുഴപ്പമില്ല. സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക്, ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട് ഇപ്പോൾ 2 കൊല്ലമാകുന്നു. അതിനുശേഷം ഞാൻ ഫോർത്ത് എന്ന സ്ഥാപനത്തിൽ ചേർന്നു. ഇപ്പൊ ന്യൂസ്. ഓക്കെ, ഇവിടെ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നുണ്ട്, ഏത് ചാനലാണ്. ഞാൻ ഇന്ന ചാനൽ വിട്ടു. അതായത് ആ പെൺകുട്ടികൾ അവിടെ ഇരുന്നില്ലേ, ആ പെൺകുട്ടികളെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന, അറിയാലോ, എതിർ പാർട്ടിക്കാരിങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നത്. രാഷ്ട്രീയക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കാൻ, ഞങ്ങളെതേ പിടിച്ചിടരുത് എന്നുള്ള രീതി ആ പെൺകുട്ടി പറയുന്നത്. പുള്ളി ആ സ്ഥാപനത്തിൽ നിന്ന് മാറി വേറൊരു ചാനലിലാണ് വർക്ക് ചെയ്തതെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതാണ് അനന്തുചേട്ടൻ പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ചാനലിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിൽ ജോലി ചെയ്യുന്നു. ഫോർത്തിലെ ഓണപരിപാടിയുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചാരണങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാനെന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി പത്മ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇപ്പോൾ ഈ പോരാളി ഷാജി ഏത് ചാനലാണെന്ന് ഞാൻ പറയാനറിയില്ല. അവരാണ് ആദ്യം പറഞ്ഞാൽ ഈ ന്യൂസ് പുറത്ത് വിടുന്നത്, ഒരു പോസ്റ്റും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് കത്തിക്കാണുമായിരിക്കും ഏത് ചാനലാണ് ആ വ്യക്തി എങ്ങോട്ടാണ് പോയതെന്ന്. ഇനി നമുക്ക് 2 ചർച്ചയും കൂടെ ഒന്ന് വെച്ചിട്ട് മെയിൻ വീഡിയോയിലോട്ട് പോവാം. പ്രതിനിധിയായ ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് 1 മാസമാകുന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളും മൂടി വെച്ചിരിക്കുകയാണ്. എന്തിനേറെ, ആ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ മേധാവി ഒരു വനിതയാണ്. അവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുപാട് സ്റ്റോറികൾ, കവറുള്ള സ്റ്റോറിയും കവറില്ലാത്ത സ്റ്റോറിയും ഒക്കെ ചെയ്യുന്ന ആ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകയും അവരുടെ സ്ഥാപനവും ഈ പീഡനത്തിനിരയായ ജേർണലിസ്റ്റ് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി കാമ എന്നും മിണ്ടുന്നില്ല. കേട്ടിരുന്നു ഇദ്ദേഹം ഈ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതാ ചാനൽ എന്ന് വെച്ചാൽ, ആ ചാനലുകാർ ഈ മാധ്യമങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇവരും ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല. എന്തായാലും നമുക്ക് ആ ചാനലിൻ്റെ ആൾക്കാർ തന്നെ ഈ യൂട്യൂബേഴ്സിനും ഇവർക്കൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചിട്ട് നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോകാം.
വ്യക്തിഗതമായ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമ പ്രവർത്തകർക്കുമെതിരായാണ് പ്രചാരണം. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി, ഷമീർ ഷാഹുദ്ദീൻ വർക്കല, അരുൺലാൽ SV, സാനിയോ മയോമി എന്നീ ഫേസ്ബുക്ക് ഐഡികൾക്കും ABC മലയാളം, SBS വൈബ്സ് എന്ന യൂട്യൂബ് ചാനലുകൾക്കുമെതിരായാണ് പരാതി. ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കുമെതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചാനലിൽ വർക്ക് ചെയ്ത പെൺകുട്ടി, വേറൊരു പെൺകുട്ടി വന്നിട്ട് കമന്റൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല. ഇനിയാണ് മെയിനായിട്ട്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം രാഹുലിൻ്റെ പേര് വന്ന് പറഞ്ഞത് മറ്റേ ഹൂ കെയർ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു മഹാനെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത പെൺകുട്ടി വർക്ക് ചെയ്തത് എവിടാ? ആ പെൺകുട്ടി വർക്ക് ചെയ്തത് എവിടാന്ന് ചോദിച്ചാൽ നോക്ക്. നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഒറ്റനില വീടായിരിക്കും. പഴയകാല വീടുകളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റനില വീടുകൾ. എന്നാൽ ഇന്നത്തെ തലമുറ ഒറ്റനില വീട് വെക്കുമ്പോൾ അതിൽ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ശൈലിയിൽ നിന്ന് വിഭിന്നമായി പുറം രാജ്യങ്ങളിലെ ശൈലികളും നമ്മൾ കണ്ടുവരാറുണ്ട്. ഡ്രീം ഹോം ഇന്ന് എത്തി നിൽക്കുന്നത് അങ്ങനെ കൊളോണിയൽ ശൈലിയിൽ നിർമ്മിച്ച ഒരു ഒറ്റനില വീട്ടിലേക്കാണ്. പോകാം നമുക്ക് ആ വീട്ടിലെ കാഴ്ചകളിലേക്ക്. നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഒരു വീട്, അതാണ് സാധാരണ എല്ലാവരും കൊതിക്കുന്നത്. വീട് നിർമ്മിക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. എന്നാൽ മാത്രമേ അത് നമ്മുടെ ഡ്രീം ഹോമായി മാറുകയുള്ളൂ. ന്യൂയോർക്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സജിമോൻ വാസുവിന്റെ കോതമംഗലത്തുള്ള വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ ആരാണ് ഈ വ്യക്തി എന്ന്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഡാനി ഇനി, അയ്യോ എൻ്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ, എന്തുകൊണ്ട് ആരും ഇത് ചിന്തിക്കുന്നില്ല? ഒരുപാട് എനിക്ക് വലിയ ജോലിക്ക് എൻ്റെ ചുറ്റിനും ജോലിക്കാരൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു മൂള വെച്ചിട്ട് ഇതിനെ തപ്പിപ്പിടിച്ച് പോയപ്പോഴാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ അക്കൗണ്ടിൽ കിടക്കുന്നത് കാണാൻ ഇടയായത്. ഒന്നെങ്കിൽ അതവിടെ മനഃപൂർവ്വം ഇട്ടതായിരിക്കാം, അല്ല അത് പണ്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആകട്ടെ. ഒരു മാധ്യമ പ്രവർത്തക, ആരാണ് ആ മാധ്യമ പ്രവർത്തക? ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് ആ ചേച്ചിയുടെ അടുത്തോട്ടേ പോകത്തുള്ളൂ. മനസ്സിലായി കാണുമോ? ആരുടെ അടുത്ത്? നമ്മൾ ആദ്യം പറഞ്ഞ പേരൻ്റെ അടുത്തോട്ട് ഇത് പോകത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പം ഞാൻ ആദ്യം പറയാം, പോരാളി ഷാജി വന്നിട്ട് പോസ്റ്റ് ഇടുന്നു, ഇന്ന പോലെ ചാനലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. ഒരുപാട് നേതാക്കന്മാർ ആ ചാനലിന്റെ പേര് പറയാതിരുന്ന് സംസാരിക്കുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മാങ്കൂട്ടം അങ്ങനെയാണ്, മറ്റാണ്, ആ റിപ്പോർട്ടിനെ ഇതാക്കി, മറ്റേതാക്കി, മറിച്ചതാക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ രാഹുലിന് എതിരെ സംസാരിച്ച ആ പെൺകുട്ടി, മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായ പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പായിട്ടും ജനങ്ങളോട് പറയാം, പ്രഗ്നൻ്റ് ആയി വന്ന പെൺകുട്ടി എന്തായാലും രംഗത്ത് വരത്തില്ല. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്. ആ പെൺകുട്ടി എന്തായാലും രംഗത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയാം. അതിൻ്റെ വോയിസ് പോലും ഇത് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ രാഹുലിനെതിരെ ആരും കേസ് കൊടുത്തിട്ടില്ല. രാഹുലിനെതിരെ ഒരു ഈച്ച പോലും കേസ് കൊടുത്തിട്ടില്ല. ഒരിടത്ത് പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇപ്പം കറങ്ങി തിരിഞ്ഞ് വരുവാണെങ്കിൽ എവിടെ നിന്നാണോ ഈ പ്രശ്നം ആളി കത്താൻ തുടങ്ങിയോ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ല, ഒന്നാമത്തത് റിനി, രണ്ടാമത്തത് ഹണി, മൂന്നാമത്തത് അവന്തിക, നാലാമത്തെ ഗർഭം. അപ്പം ഒന്നേന്ന് കണക്ട് ചെയ്ത് നാലിലോട്ട് വന്നു, 2, 3 അങ്ങ് വെട്ടിപ്പോയി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, മൂളയുള്ളവന്മാർക്ക് മനസ്സിലാകാൻ പറ്റും. അഥവാ രാഹുൽ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞത് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്ക്. അഥവാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് രാഹുലിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും കൂടെ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ കണ്ടുപിടിച്ച് പോകുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇവരുടെ തലയിലോട്ട് പോകാനായിട്ട് ചാൻസ് ഉള്ളൂ. പക്ഷെ അവർ പറയുന്നവർക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ആ വോയിസിന്റെ ഉടമ? ഗർഭിണി.
അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം തേഞ്ഞു മാഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നെ ന്യൂസുകാർക്കും മറ്റുള്ളവർക്കും ഇരുന്ന് ആഘോഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറ. ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ മാധ്യമം ഈ ഒരു മാസം കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ് ആരാണെന്നൊക്കെ. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതില സത്യമുണ്ടോ ഇല്ലേന്നൊക്കെ തെളിയിക്കുക. എന്തായാലും ആ പെൺകുട്ടി പറയുന്നു ആ പെൺകുട്ടി അല്ലെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ തപ്പി തിരിച്ച് പോകുമ്പോഴൊക്കെയോ ആകെപ്പാടെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന ഒരു കേസ് കിട്ടും മാത്രം. ഇപ്പം തന്നെ കണ്ടവർക്കും കൺഫ്യൂഷൻ അടിച്ചാണ്. ഇരുന്ന് പെരുക്കി എഴുതി നിന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.